രാവിലെ തന്നെ കാറൽ മാക്സിന് നമ്മൾ റബ്ബർ ബാൻഡും കൈ കൊടുത്ത് സോഫയിൽ ഇരുത്തിയേക്കാണ്. ഇതിപ്പോൾ പുതിയതായിട്ട് നമ്മൾ കണ്ടുപിടിച്ചേക്കണ ഐഡിയ ആണ്. ഇത് കൊടുത്തിട്ട് അവിടെ ഇരുത്തി കഴിഞ്ഞാൽ ഇതെന്തുകൊണ്ട് ഒരറ്റത്തെ വിടുമ്പോൾ അപ്പുറത്തെ കൈ വേദന എടുക്കുന്നു എന്നുള്ളൊരു ഗവേഷണത്തിൽ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ ആൾക്ക് മനസ്സിലാവും, പിന്നെ ഇത് നിർത്തും. അപ്പോൾ നമ്മൾ ഏതെങ്കിലും അടുത്ത ഐഡിയയുമായിട്ട് വരും. അങ്ങനെയാണ് സാധാരണ ഇവിടെ സംഭവിക്കുന്നത്. ഇനിയിപ്പോൾ കാറൽ മാക്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും സ്വസ്ഥമായിട്ട് ടി വി ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ അബിക്കുട്ടിയും വളരെ ശാന്തമായിട്ട് ഇങ്ങനെ ഫ്രണ്ടിലിരിക്കും. എന്നിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മളൊക്കെ സന്തോഷത്തിലിരിക്കുകയാണെന്നാണെങ്കിൽ മാക്സിമം ഒച്ചത്തിൽ ഒറ്റ കാറിൽ. പിന്നെ കരച്ചിലായി ബഹളമായി നമ്മൾ പിന്നെ എടുത്തുകൊണ്ട് കിടന്ന് സമാധാനിപ്പിച്ച് എന്തിനാണ് കരയുന്നതെന്ന് പോലും നമുക്കറിയത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ കാറൽ മാക്സ് എന്നുള്ളൊരു പേരിട്ടേക്കണേ. നാച്ചു രാവിലെ തുടങ്ങിയിട്ട് ഭയങ്കര സന്തോഷത്തിലാണ്. വെറുതെ ഇരുന്ന് ചിരിക്കുക, കിളി പോയ അവസ്ഥയിലാണ്. അങ്ങോട്ട് തലകുത്തി പറയുക, ഇങ്ങോട്ട് തലകുത്തി പറയുക, ഒരു രക്ഷയിലാണ്ട് ഇങ്ങനെ. ഞാൻ പറഞ്ഞു, എന്താ നീ രാവിലെ തന്നെ കഴിച്ചാൽ നമ്മളോടുകൂടി പറ. അപ്പോഴാണ് നാച്ചൂട്ടനെ സത്യം വെളിപ്പെടുത്തി. ഡാഡാ ഫുഡ് കഴിച്ചതിന് ശേഷം ഗ്രാൻഡ്മ ചുമയുടെ മരുന്ന് തന്ന്, അതിൻ്റെ പിന്നാലെ ഒരു സ്പൂൺ പഞ്ചസാരയും തന്ന്, അത് കഴിഞ്ഞ് കഴിയുമ്പോൾ 2 4 കാണുക ഡാഡാന്ന് പറഞ്ഞു. എനിക്കാണെങ്കിൽ അത് കേട്ടിട്ട് കൊതിയായിട്ട് പാടില്ല. ഞാൻ വേഗം പോയിട്ട് ഒരു 10 ml വെച്ച് 2 അടിച്ച് ഒരു സ്പൂൺ പഞ്ചസാരയും കഴിച്ചു. ചെക്കൻ പറഞ്ഞാൽ ശരിയാട്ടാ, ചെറിയൊരു കിളിപോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇവനെ നമുക്ക് കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റത്തില്ല. മറിയാമ്മ വന്നപ്പോൾ തന്നെ ഫസ്റ്റ് പറഞ്ഞ സംഭവമാണ് ഡാഡ ചുമയുടെ മരുന്ന് എടുത്ത് കഴിച്ച്. പിന്നെ അവിടെ കിടന്ന് ബഹളമായി, അംഗമായി ആയി, ഒരു രക്ഷയില്ല. അബിക്കുട്ടീനെ കരാട്ടെ ഓടിപ്പിക്കലാണ് നാച്ചൂട്ടൻ്റെ സ്ഥിരം പരിപാടി. ഇനി രണ്ടുപേരുടെ ഇടി കൊള്ളേണ്ട വരുമോ എന്തോ. അങ്ങനെ 1 2 പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ നാച്ചൂട്ടൻ നേരെ പോയിട്ട് അടുത്ത ഗെയിം സെറ്റാക്കി. ഇനി ഇവിടെ ഷൂട്ടിംഗ് ആണ്, റൈഫിൾ ക്ലബ്ബ് മോഡ് ഓൺ. ആദ്യം തന്നെ മറിയാമ്മയുടെ ടേണായിരുന്നു. എങ്ങനെയൊക്കെയോ ഉന്നം തെറ്റിയിട്ടാണെന്ന് തോന്നുന്നു അതിൻ്റെ ഉള്ളിലൊക്കെ കൊണ്ടേക്കുന്നു. പിന്നെ അങ്ങോട്ട് ഇവിടെ ഒരു അഹങ്കാരത്തിൻ്റെ നടന മോഡലായിരുന്നു. എങ്ങനെയൊക്കെയോ അബദ്ധവശാൽ കൊണ്ടതാണ്. പക്ഷേ പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് കണ്ടത് കോച്ചിൻ്റെ ഒരു സ്ഥാനം മറിയാമ്മ ഏറ്റെടുത്തതാണ്. അബിക്കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കിടന്ന് വരുവാണ്, എന്തൊക്കെയാണ് കാണിക്കേണ്ടതെന്നൊരു ഐഡിയ ഇല്ല. നാച്ചൂട്ടൻ്റെ കയ്യിൽ തോക്ക് കൊടുത്തിട്ട് ഒരു കണ്ണ് അടച്ചു പിടിക്കാൻ പറഞ്ഞിട്ട് മറിയാമ്മ ചോദിച്ചു, എന്താണ് അവിടെ കാണുന്നത്? എടുത്ത വഴിക്ക് നാച്ചു പറഞ്ഞു, ചുമരാണ് അവിടെ കാണുന്നത്. പിന്നെ അവിടെ കിടന്നത് ഒരു അംഗമായിരുന്നു, അതിൻ്റെ പോയിന്റിൽ മാത്രം നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും എന്ത് ചെയ്തിട്ടും അതിൻ്റെ അടുത്ത് പോലും ചെന്നെത്തുന്നില്ല. അപ്പോഴാണ് ഞങ്ങൾക്കൊരു ഡൗട്ട് തോന്നിയത്, മറിയാമ്മയുടെ റെക്കോർഡ് നിലനിർത്താൻ വേണ്ടി മറിയാമ്മ മനഃപൂർവ്വം നമ്മളെ ബലിയാടുകളാക്കുകയാണോ? പിന്നത്തെ ടേൺ വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ ഒറ്റയ്ക്ക് ട്രൈ ചെയ്തോളാം, ആരുടെയും സഹായം ആവശ്യമില്ല. അത്ഭുതം എന്ന് പറയട്ടെ, കറക്റ്റായിട്ട് അതുമ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ സംശയിച്ചതെല്ലാം സത്യമാണ് എന്നുള്ളൊരു കാര്യം ഞങ്ങൾക്ക് ബോധ്യമായി. ഞങ്ങൾക്കത് മനസ്സിലായി എന്ന് മറിയാമ്മയ്ക്ക് മനസ്സിലായപ്പോൾ മറിയാമ്മയ്ക്ക് വിശപ്പ് തുടങ്ങി. ഞാനിനി ഗെയിമിനില്ല, ഞാൻ പോവാണ്, എനിക്ക് വിശക്കണ്, നമുക്ക് പുറത്ത് പോയി ഫുഡ് അടിക്കാം, വേഗം വണ്ടി എന്ന് പറഞ്ഞ് ഞങ്ങൾ നേരെ കലുതിയാമാളിലേക്ക് എത്തി. കലുതിയാമാളിൽ പോയിട്ട് ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്നൊക്കെ പറഞ്ഞ് നേരെ കുംഭകോണം കഫേ. അവിടെ നോക്കുമ്പോൾ നിറയെ മധുരമുള്ള സംഭവങ്ങളൊക്കെ ഇങ്ങനെ നിരനിരയായി അട്ടിയായിട്ട് വെച്ചേക്കുന്നു. അതിൽ നിന്ന് എന്തൊക്കെയോ മറിയാമ്മ ഓർഡർ ചെയ്തു. നമ്മൾ ഫുഡിനായിട്ടുള്ള വെയിറ്റിങ്ങിലാണ്. ഫുഡിനായിട്ട് വെയിറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു സാധനം നമുക്ക് തരും. എല്ലാവർക്കും അറിയാവുന്നതാണ്, ഫുഡ് റെഡി ആക്കുമ്പോൾ ഒരു അലാം അടിക്കും. ഒരു 10-12 വർഷങ്ങൾക്ക് മുമ്പ് മറിയാമ്മനെ ആദ്യമായിട്ട് കാണുന്ന ദിവസം വലിയ ജാടയൊക്കെ ഇട്ടിട്ട് പിസ്സ ഹട്ടിൽ നിന്ന് നമുക്ക് പിസ്സ കഴിക്കാന്നൊക്കെ പറഞ്ഞു പോയി. അവിടെ ചെന്ന് ഈ സംഭവം നമ്മുടെ കയ്യിൽ തന്നു കഴിഞ്ഞപ്പോൾ പേപ്പർ വെയിറ്റ് അവിടെ വെച്ചേക്കൂ ചേട്ടാ എന്ന് പറഞ്ഞ് നാണം കെട്ട ഒരു അവസ്ഥ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതെന്നെ എപ്പോഴും ഓർമ്മിപ്പിക്കും ഇത്. അങ്ങനെ ഫുഡ് റെഡിയായത് ഞാൻ എടുത്തിട്ട് വന്നു. ഞാൻ ഈ ഫുഡ് ഓർഡർ ചെയ്യുന്ന കാര്യത്തിൽ ഒന്നും തലയിടാറില്ല, എന്ത് കിട്ടിയാലും നമ്മൾ കഴിക്കും, അങ്ങനത്തെ ഒരു സെറ്റപ്പാണ്. അപ്പോൾ അതുകൊണ്ട് മറിയാമ്മയാണ് എല്ലാം ഓർഡർ ചെയ്യാറുള്ളത്. ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട്. ഈ ഒരു സംഭവങ്ങളൊക്കെയാണ് ഓർഡർ ചെയ്തേക്കുന്നത്. അയ്യോ, ഇതിന്റെ പേരൊക്കെ ഞാൻ മറന്നുപോയി. ബോളി വിത്ത് സംതിങ് എന്തൊക്കെയുണ്ട്, അതേപോലെ മധുരമുള്ള സംഭവങ്ങളുടെ ഒരു ബഹളമാണ്. എന്തായാലും നല്ല ടേസ്റ്റുള്ള സാധനങ്ങളൊക്കെ ആട്ടോ ഇവിടെ. അങ്ങനെ അതൊക്കെ എടുത്ത് കഴിച്ചു തീർത്തു. എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മറിയാൻ പറഞ്ഞു വീണ്ടും വിശക്കുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ KFCയിലേക്ക് പോയി ഒരു 2-3 പീസ് KFC അടിക്കാന്ന് വെച്ചു. നേരെ KFC ഓർഡർ ചെയ്തു. നമ്മൾ വീണ്ടും ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് മറിയാൻ പറഞ്ഞ് ദങ്കട് വയ്ക്കുന്നത്. ഞാൻ നോക്കുമ്പോൾ ജിംനേഷ്യൻ എന്ന് എഴുതി വെച്ചിട്ട്. അങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ജിംനേഷ്യനിലേക്ക് ചെന്നു. ബാഡ്മിൻ്റൺ ഗെയിമൊക്കെ നിർത്തിയോട് കൂടിയിട്ട് പിന്നെ ഹെൽത്ത് വൈസ് നമുക്കിപ്പോൾ ഒരു ആക്ടിവിറ്റീസും ഇല്ല. അതുകൊണ്ട് നമ്മൾ ഇനി ജിമ്മിൽ ചേർന്നിട്ട് ഫുള്ള് വർക്കൗട്ട്, ഹെൽത്തി ഫുഡ്, അങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈലിലേക്കാണ് പോകാൻ പോണത്. ഫെവിച്ച എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവിടേക്ക് എന്നെ വിളിച്ചുകൊണ്ട് പോയേക്കുന്നത്. മറിയാമ്മ അവിടെ ചെന്നിട്ട് അവിടുത്തെ ക്ലാസ്സുകൾ എങ്ങനെയാണ്, ട്രെയിനിങ് എങ്ങനെയാണ് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരാണെങ്കിൽ കുറേ ഓഫറുകളൊക്കെ തന്ന് നമ്മളെ കൊണ്ട് ഇത് ഇടിപ്പിക്കാനുള്ളൊരു പരിപാടിയിലാണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇത്രമാത്രം ബുദ്ധിമുട്ടണ്ട, ഞാനൊരു ഓഫർ അങ്ങോട്ട് തരാം. ഞങ്ങൾ 2 പേരും ചേരുന്നു, 2 പേരുടെ പൈസ തരുന്നു, ഒരാൾ മാത്രം വരുന്നു, എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു. പുള്ളി അപ്പോൾ ഒന്ന് ചിരിച്ചു. പുള്ളിയുടെ വിചാരം ഞാൻ തമാശ പറഞ്ഞതാണെന്നാണ്. എന്തായാലും വരും കാലങ്ങളിൽ ആൾ മനസ്സിലാക്കിക്കോളും. അങ്ങനെ മറിയാമ്മ കണ്ണും പൂട്ടി ഒരു 1 ഇയറിലെ കോൺട്രാക്ട് അങ്ങ് സൈൻ ചെയ്തു. 1 വർഷമാകുമ്പോൾ നമ്മൾ എന്തായാലും അനുഭവിച്ചാൽ ഇത് നമ്മൾ ഡ്രോപ്പ് ചെയ്യില്ല. 1 ഇയർ വന്നില്ലെങ്കിൽ നമ്മൾ പൈസ കൊടുത്തുകൊണ്ടിരിക്കണം. അങ്ങനെയാണ് ആ ഒരു കോൺട്രാക്ട് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇവിടുന്ന് മൂവ് ചെയ്യുന്ന ഒരു സമയമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കണം. അങ്ങനെ ജിംനേഷ്യത്തിൽ ജോയിൻ ചെയ്തു എന്ന നഗ്ന സത്യം ഞാൻ ഇങ്ങനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രജിസ്ട്രേഷൻ കഴിയുമ്പോൾ ഇതുപോലെ ഒരു ആപ്ലിക്കേഷൻ കിട്ടും. ഈ ഒരു QR കോഡ് നമുക്ക് അവിടെ ചെക്ക് ഇൻ ചെയ്യാനായിട്ട് അകത്തേക്ക് കയറാനുള്ളതാണ്. അതുപോലെ തന്നെ ഒരുപാട് ക്ലാസ്സസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ത്രൂ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനെ കുറേ ഉണ്ട് കേട്ടോ. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. ഗ്രൂപ്പ്
ഗ്രൂപ്പ് ക്ലാസ്സുകളാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ബോറടിയോ കാര്യങ്ങളൊന്നും ഇല്ലാതെ നല്ല അടിപൊളിയായിട്ട് വർക്കൗട്ട് ചെയ്യാനുള്ളൊരു സെറ്റപ്പ് ഒക്കെ ഉണ്ട്. ജിംനേഷ്യനിൽ നിന്ന് താഴേക്ക് ഇറങ്ങി ലുലു കയറി ഒരു ലോഡ് കുബൂസും വാങ്ങിച്ചിട്ട് ഇനി ഇതൊക്കെ കഴിക്കുള്ളൂ എന്ന് പറഞ്ഞ് പുറത്തോട്ട് ഇറങ്ങാനല്ല അവിടെ സിനബോൺ കണ്ട് അവിടെ നിന്ന് ഈ ഒരു സംഭവം വാങ്ങിച്ചു. ഇനി നാളെ തുടങ്ങി നമ്മൾ ഷുഗർ കട്ടിലേക്കാണല്ലോ പോകുന്നത്, അതുകൊണ്ട് ഇന്നും കൂടി കഴിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഇതൊരു 2 വാങ്ങിച്ച് അടിച്ച് കയറ്റിയിട്ടുണ്ട്. അല്ല, ഈ ജിമ്മിൽ ചേർന്നത് നീ മുതലാക്കുകയാണോ സജി എന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ മിണ്ടിയില്ല. നമ്മളായിട്ട് ഇനി ഒരു നെഗറ്റീവ് പറയണ്ട, ഇനി അതും പറഞ്ഞ് നാളെ തുടങ്ങി വരാതിരിക്കും. അപ്പോൾ പിന്നെ അതങ്ങ് നടക്കട്ടെ എന്ന് വിചാരിച്ചു. ഈ ജിംനേഷ്യൻ എന്ന് പറയുന്നത് ഗംഭീര സെറ്റപ്പുകളോട് കൂടിയിട്ടൊക്കെ ഉള്ളൊരു സംഭവമാണ് കേട്ടോ. ഇതേപോലത്തെ കുറേ സംഭവങ്ങൾ ഇങ്ങനെ കുറേ മെഷീനുകൾ വരിയായി നിരനിരയായി ഇട്ടേക്കുന്നു. കുറേ ജിമ്മന്മാർ രാപ്പകലില്ലാതെ അവിടെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആദ്യം തന്നെ നമ്മൾ ഗ്രൂപ്പ് ക്ലാസ്സുകളിലാണ് ജോയിൻ ചെയ്തേക്കണേ. ഒന്ന് ബോഡിയൊക്കെ ലീനായിട്ട് വേണം നമുക്ക് പതുക്കെ മസിൽ എക്സസൈസിലേക്കൊക്കെ പോകാനുള്ളൊരു പ്ലാനിലാണ് നിൽക്കുന്നത്. അങ്ങനെ ഇതാണ് ഇവിടുത്തെ മെയിൻ സ്റ്റുഡിയോ. ഇതേപോലത്തെ കുറേ സംഭവങ്ങളുണ്ട്. പങ്കായം പോലത്തെ മറ്റേ വെയിറ്റ് എടുക്കുന്ന സാധനങ്ങളൊക്കെയാണ്. ഭയങ്കര രസമായിട്ട് എനിക്ക് തോന്നി. ഭയങ്കര ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിട്ട് തോന്നി. നമുക്ക് ഇവിടെ ഒരു ട്രെയിനർ ഉണ്ടാവും, പുള്ളി ആ സ്റ്റേജിൽ നിൽക്കുന്നു, നമ്മൾ ഈ സംഭവങ്ങളൊക്കെ അവിടെ കൊണ്ട് സെറ്റ് ചെയ്യുന്നു. എല്ലാ ദിവസവും വേറെ പല ടൈപ്പിൽ പല സമയത്തിൽ കുറേ ഉണ്ട്. ഇതേപോലത്തെ വെയിറ്റുകളാണ്. നമ്മളതിലിങ്ങനെ ജസ്റ്റ് ലോക്ക് ചെയ്യുന്നു, എന്നിട്ട് വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്നു. അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ. മറ്റേ റൗണ്ടിലുള്ള സംഭവങ്ങൾ ഇടുന്ന പോലെയല്ല. എനിക്കിത് കാണുമ്പോൾ കയാക്കിങ്ങിന് പോകുന്നതൊക്കെ ഓർമ്മ വരുന്നുണ്ട്. ജിമ്മിൽ ജോയിൻ ചെയ്തിട്ട് ഏകദേശം 15 ദിവസം പിന്നിട്ടിരിക്കുന്നു. എൻ്റെ പ്രതീക്ഷകളെ ഒരിക്കലും തെറ്റിക്കാത്ത മറിയാമ്മ അതേപോലെ തന്നെ 2 ദിവസം വന്നിട്ടുണ്ട്. പിന്നീട് അങ്ങോട്ട് കണ്ടിട്ടേ ഇല്ല. ആദ്യത്തെ ജിമ്മിൽ നിന്ന് ഇറങ്ങാനുള്ള കാരണം 5 കിലോൻ്റെ വെയിറ്റിന് ഭയങ്കര വെയിറ്റ് ആണെന്ന് പറഞ്ഞിട്ടാണ്. അതൊക്കെ ഒരു റീസൺ ആണോ എന്ന് പോലും എനിക്ക് ഇതേവരെ മനസ്സിലായിട്ടില്ല. ഇപ്പോൾ നമ്മളിതൊരു 15 ദിവസം മുമ്പ് എടുത്ത വീഡിയോ ആണ്. അപ്പോൾ പറയുന്നത് ഇനി നമ്മൾ ഒരു ട്രിപ്പ് പോകുന്നുണ്ട്, അതിനുശേഷം വരാം. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ കുറേ കഷ്ടപ്പെട്ട് വർക്കൗട്ടൊക്കെ ചെയ്ത് പിന്നീട് അവിടെ പോയി ഫുഡ് അടിച്ച് വീണ്ടും അതേ അവസ്ഥയിലേക്ക് ആവുമല്ലോ. എന്തായാലും ഒരു വെറൈറ്റി ഉള്ള എക്സ്ക്യൂസ് അതിൻ്റെ പേരിൽ ഞാൻ പറഞ്ഞു ഓക്കെ. ഞാനിപ്പോൾ ഓക്കെ അല്ല എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, ആൾ വീട്ടിൽ തന്നെ ഇരിക്കത്തുള്ളൂ. എന്തായാലും ഇവിടുത്തെ അറ്റ്മോസ്ഫിയറും ആ ഗ്രൂപ്പ് ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ആംബിയൻസ് ഉള്ള ഒരു സ്ഥലം. എന്നെങ്കിലും അറിയാമോ ഇങ്ങോട്ട് വന്ന് ഇവിടെ കാൽപാദ സ്പർശനം ഏൽക്കുകയാണെങ്കിൽ അന്നത്തെ ഒരു ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ എടുത്തിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദിയുണ്ട്. താങ്ക്സ്. എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക.